നമ്മളുള്ളപ്പോൾ ഒരു ഹോട്ടലിന് മുന്നിലാണ്, വലിയൊരു ഹോട്ടലാണ്. ഒരു സ്റ്റാൻഡേർഡ് കസ്റ്റമേഴ്സിന് മാത്രമാണ് ഇവിടെ. ഹലോ, വളരെ ഹൈ കസ്റ്റമേഴ്സ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ബൈക്കല്ല, ഇതൊരു വാഹനമാണ്. വാഹനത്തിൽ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ട് വന്നതാണ്. തൊട്ടടുത്ത് ഇതിൻ്റെ ഉള്ളിലാണ് ബൈക്ക് ഓടിക്കാൻ പറ്റിയ സ്ഥലം. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അതൊക്കെ തിരിക്കുന്ന 2 കപ്പിൾസ് നടന്നു പോകണമായിട്ട് കണ്ടു. അവരൊരേപോലെയാണ് ഒരേപോലെ കാല് വെച്ച് പോവാണ്. ശരിക്കും ഒരു റോബോട്ടിക് പോലെയാണ്. അതിനുശേഷം നമ്മൾ റിട്ടേൺ ഇറങ്ങുകയാണ്. കഴിഞ്ഞ കൊല്ലത്തിൽ അത്ര മഞ്ഞില്ല, ഈ കൊല്ലം കുറവാണ് മഞ്ഞെന്ന് പറയാൻ. ഞങ്ങളുടെ ഡ്രൈവറായിട്ട് കമ്പനി അവർ ടാക്സി എടുത്തു. അവർ തിരിച്ചിറങ്ങുകയായിരുന്നു. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പാർക്കിംഗ് ചെയ്ത് നമ്മളതിൻ്റെ മുകളിലാണ് നമ്മുടെ കൂടുതലെല്ലാവരും. ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ മഞ്ഞ് വീഴ്ചയൊന്നുമില്ല. പക്ഷെ അന്ന് മഞ്ഞ് സ്റ്റാർട്ടിങ് ടൈമാണ് മഞ്ഞിൻ്റെ. നമ്മുടെ കൂടുതലുള്ളത് കാശ്മീരിലെ റിസ്വാനാണ്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഗുൽമർഗിന് താഴോട്ട് ഇറങ്ങാണ്. ആപ്പന വസീം തായി കൂടി ഉണ്ട്. ഞങ്ങൾ പോയ പോലെയല്ല, ഞങ്ങൾ തിരിച്ച് കുറച്ചുകൂടിയും നല്ലൊരു കമ്പനിയുള്ള ടീമിനെയാണ് കിട്ടിയത്. പോയപ്പോൾ നമുക്ക് ഭയങ്കര അത്ര എയിം ഉണ്ടായില്ല, എൻജോയ്മെൻറ്റ്. ഇതിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങണം. നിങ്ങൾക്ക് ഇനി പോവുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും നോട്ട് ചെയ്ത് വെച്ചോ, ആവശ്യമുണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാം. കുഴപ്പമില്ലാത്തൊരു ടീമായിരുന്നു ഇവർ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു റസ്വാൻ്റെ ടീമായിട്ട്. താഴേക്ക് ഇറങ്ങാൻ നല്ല രീതിയിലുള്ള മഞ്ഞ് വീഴ്ച ഒന്നുമില്ല. റോഡൊക്കെ നല്ല ക്ലിയറാണ്. കയറ്റം കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ മഞ്ഞ് വീഴ്ച കൊണ്ടുണ്ടായിരുന്നു. വീട് ഇറങ്ങുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഇതാണ്. അതിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് ഇതിൻ്റെ വണ്ടിയുടെ. മാത്രമല്ല വണ്ടി സൂപ്പറാണ്. അത്യാവശ്യം നല്ല തണുപ്പാണെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഹോട്ടൊക്കെ കിട്ടുന്നില്ല അത്യാവശ്യത്തിന്. അതുപോലെ നമ്മൾ തിരിച്ചിറങ്ങും കണ്ടില്ലേ, ഇപ്പം തന്നെ 3 മണിയോളമായി. പക്ഷെ മഞ്ഞ് ഒടുക്ക തണുപ്പാണ്. കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡൊക്കെ മഞ്ഞ് വീണ് കിടക്കുകയാണ്. നല്ല രീതിയിൽ മഞ്ഞ് വീഴ്ച തുടങ്ങുമ്പോൾ ഒരു വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കണം. കണ്ട വണ്ടി ഞങ്ങൾ നല്ല രീതിയിൽ നല്ല ഡ്രൈവറായിരുന്നു. അതുപോലെ തന്നെ കണ്ടപ്പെടുന്ന മഞ്ഞ് വീണിട്ടില്ല, അത്യാവശ്യത്തിന് മഞ്ഞ് വീണ് തുടങ്ങണുള്ളൂ. ഇങ്ങനെ വീണ് തുടങ്ങണുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ മൊത്തത്തിൽ മഞ്ഞാവും. ഡിസംബറല്ല ജനുവരിക്ക് ആകുമ്പോഴേക്കും ഏകദേശം മഞ്ഞ് വീണ് ആകെ മൊത്തത്തിൽ മഞ്ഞ് വീഴും. അപ്പോൾ ഇവിടേക്ക് പോവുകയാണെങ്കിൽ മാക്സിമം നമ്മൾ പോവുകയാണെങ്കിൽ നല്ല മഞ്ഞുകാലത്ത് പോവുക, അല്ലെങ്കിൽ മഴക്കാലം ഉണ്ട്. അതുപോലെ തന്നെ നല്ല വേനൽക്കാലുണ്ട്. പുല്ലൊക്കെ പച്ചപ്പായി കിടക്കാൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കണ്ട നല്ല അടിപൊളി വണ്ടികളാണ് കൂടുതലും. ബൊലോറയാണ് കൂടുതലും കയറ്റം കയറാൻ വേണ്ടിയിട്ടൊക്കെ അവർ യൂസ് ചെയ്യണം. അവിടെ ഭീകരാക്രമണം നിങ്ങൾക്കുള്ള പരിപാടിയുള്ളതുകൊണ്ട് ഇന്ത്യൻ ആർമിയുടെ വണ്ടി എപ്പോഴും അതിൽ കടന്നു പോകാനായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരു വണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കൂടെ കടന്നു പോകാനായിട്ട് വരുന്നത്.
അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റിയ ഒരു ഇന്ത്യൻ ആർമിയുടെ വണ്ടി കടന്ന് വരുന്നത് കണ്ട, ലൈറ്റ് ഇട്ട് വരണ്ട. ഇന്ത്യൻ ആർമിയുടെ വണ്ടിയാണ്. ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ എന്തോ 3 വണ്ടിയാണ് കടന്നു പോയത്. ഇന്ത്യൻ ആർമി 4 വണ്ടിയായി. പിന്നെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭീകരാക്രമണമൊക്കെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ വണ്ടി ഇങ്ങനെ പതുക്കെ താഴോട്ട് ഇറങ്ങുകയാണ്. നമ്മുടെ ഡ്രൈവർ അടിപൊളിയായിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് കാശ്മീർ കാണണമെങ്കിൽ നമ്മൾ നല്ല ഡ്രൈവർമാരെ വേണം പിടിക്കാനായിട്ട്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോയപ്പോൾ വലിയ രീതിയിലൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ നല്ലൊരു ടീമിനാണ് കിട്ടിയത്. നമ്മൾ ബാർഗിൻ ചെയ്ത് അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ തിരിച്ചിറങ്ങിയത്. അത്ര വലിയ പൈസ ഒന്നും ഇല്ല. നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഒരാൾക്ക് 50 രൂപയാണ് ചാർജ് ചെയ്തത്. ഞങ്ങൾ ഗ്യാങ് ഉള്ളതുകൊണ്ട് നമുക്ക് നഷ്ടമായില്ല. അല്ല ഒറ്റയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ പെടും. ഒറ്റയ്ക്കൊക്കെ വണ്ടി എടുത്ത് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട. ഇതൊക്കെ ഗീറ് മാറിക്കൊണ്ട് പാട്ട് ഇങ്ങനെ ഇട്ടിട്ടാണ് പോണത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പാട്ട് വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് ടൈം എടുക്കും. എത്രയോ 30 മിനിറ്റാണ്ട് എടുത്തു. നമ്മൾ ജസ്റ്റ് ചുരുക്കിയാണ് കണ്ടത്. നമ്മൾ മറ്റുള്ള വണ്ടീനൊക്കെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് താഴേക്ക് എത്തിക്കണ്ട. ഇനി കുറച്ചും കൂടി ഉള്ള താഴേക്ക് ഇറങ്ങണ്ട. സോനാമാർഗ് അങ്ങനെ ഒരു സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ട്. എയർപോർട്ടിലേക്ക് 49 കിലോമീറ്റർ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വണ്ടികൾ എടുക്കാനായിട്ട് സാധിക്കും. താഴോട്ട് ഇറങ്ങി വരണം. കണ്ട മഞ്ഞ് നടക്കണ്ട. ആ മരത്തിലൊക്കെ മഞ്ഞ് വീണ് നടക്കുകയാണ്. നമ്മൾ അധികം വലിയ രീതിയിലുള്ള മഞ്ഞ് കണ്ടിട്ടില്ല. പിന്നെ ഭയങ്കര മഞ്ഞില്ല. താഴത്തെ സിറ്റി എത്തി. ഇതാണ് നമ്മൾ കയറിപ്പോയ സിറ്റി. അവിടെ എത്തി. നമ്മളവിടെ എത്തി. നമ്മുടെ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ നമുക്കധികം വലിയ ATM കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം നടന്നിട്ടാണ് ATM പോയിട്ടാണ് പൈസ എടുത്ത് കൊടുത്തത്. ഇവിടെ തൊട്ടടിയിൽ തന്നെ വലിയൊരു ഗ്രാമമല്ല, ഒരു നഗരം തന്നെയാണ്. നമുക്ക് അവിടെ ഫുഡ് കഴിക്കാൻ അത്യാവശ്യത്തിന്. ഇവിടെ നമുക്ക് ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടുന്ന് ബസ്സും കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ പോവാം. ഞങ്ങളിവിടെ ബസ്സാണ് ഇനി തിരിച്ചു പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങൾ പോവുകയാണെങ്കിൽ എന്തായാലും ഈ വണ്ടി നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ. അടിപൊളിയാണ്. ഒരു നല്ല കംഫർട്ടാണ് ആള്. നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്പറും കാര്യങ്ങളൊക്കെ തരാം. ഞാൻ വന്നതിൽ വെച്ചിട്ട് ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു വണ്ടിക്കാരൻ ഇവർ മാത്രമാണ് കണ്ടത്. അതിനുശേഷം ഞങ്ങൾ നേരെ പോവാണ്.